is a very exciting day. വേറെ ഒന്നല്ല, ഈ മാസം ആദ്യമൊക്കെ ബർത്ത്ഡേ ആണ്. So my Tootsie Bun is going to turn 25 guys. 25. എന്താണ് ബേബിയുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്? 25 വയസ്സാകുന്നു. Are you happy, excited or dreading? എന്താ വിഷമാണോ? പ്രായം we are just 25. But ഞങ്ങൾ രണ്ടുപേരും 25 ആവും. എനിക്ക് 2 months കഴിയുമ്പോൾ 25 ആവും. So I am so excited because ഞങ്ങൾ രണ്ടുപേർക്കും സെയിം ഏജ് ആയതുകൊണ്ട് it's very exciting. We are literally growing together, like same age. എല്ലാം നമ്മൾ ഒരുമിച്ചാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. So it's very good. ഞാനിങ്ങനെ ചിന്തിക്കണേയായിരുന്നു, ലൈക്ക് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും 15 വയസ്സായിരുന്നു. ഇപ്പോൾ വി ആർ ഗോയിങ് ടു ബി 25 എന്ന് പറഞ്ഞാൽ ലൈക്ക് ലൈഫിന്റെ ഒരു 9 വർഷം വി ഹാവ് നോൺ ഈച്ച് അതർ, നോട്ട് ഇൻ ലവ് ബട്ട് നോൺ ഈച്ച് അതർ. ലവ് ആയത് നമ്മളൊരു ഐ തിങ്ക് 21 വയസ്സ്, അപ്പോൾ 21 വയസ്സായപ്പോഴായിരുന്നു. സോ സോറി ഗൈസ്. അപ്പോൾ ഞങ്ങൾ റിലേഷൻ ആയിട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി 4 years. നമ്മുടെ വരുന്ന ജാനുവരി 4 years ആവും. ഐ എം സോ ഹാപ്പി ആക്ച്വലി. സമയം ഭയങ്കര പെട്ടെന്നാണ് പോണത്, ബട്ട് ഇറ്റ്സ് വെരി ഗ്രേറ്റ്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊപ്പം സമയം ജീവിതം ജീവിച്ച് തീർക്കുന്നത് വെരി വെരി എന്താ പറയാ ബ്ലെസ്സിങ് ആണ് സത്യം പറഞ്ഞോ. താങ്ക് ഗോഡ്. പിന്നെ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് നമുക്ക് ഡ്രസ്സ് എടുക്കണം. ആക്ച്വലി ഇനിയുണ്ട് സമയം. ഈ സെപ്റ്റംബർ 28 ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് മന്ത് ആണ്. ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ബേബിനെ അമേരിക്കൻ ഈഗിളിൽ നിന്ന് അവര് വിളിച്ചു. അവര് പറഞ്ഞു എന്തോ സെയിൽ ഉണ്ട് ഈ വീക്കെൻഡ്. അത് മാത്രമല്ല, ബർത്ത്ഡേ ആയതുകൊണ്ട് സാറിന് 25% ഓഫർ ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും വി ആർ ഷോർലി ഗോണ ഗോ ടു അമേരിക്കൻ ഈഗിൾ. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് അതല്ല. എന്റെ ഫോൺ ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല, എന്റെ ഫോൺ അടിച്ചുപോയി എന്ന് പറഞ്ഞാല് ഒരു ദിവസം തന്നെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയതാണ്. പിന്നെ ഇങ്ങനെ ലൈൻസ് വരാൻ തുടങ്ങി, കാണുന്നുണ്ടോ? അങ്ങനെ 1 ലൈനായി 2 ലൈനായി, ഇപ്പൊ എനിക്ക് എണ്ണാൻ പറ്റാത്തത്രം ലൈൻസ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാ പിന്നെ ഡിസ്പ്ലേ മാറ്റാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഞാൻ ഈ ഫോണിലാണ് എൻ്റെ എല്ലാം ഉപയോഗിക്കുന്നത്. ഞാൻ ഓഫീസിൽ പോകുമ്പോഴും എൻ്റെ ക്യാബൊക്കെ ബുക്ക് ചെയ്യുന്നതും വാട്സാപ്പ് എവറിത്തിങ് ഇസ് ഇൻ മൈ ദിസ് ഫോൺ. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിൽ ഞാൻ വീഡിയോ മാത്രമേ എടുക്കാറുള്ളൂ. ബിക്കോസ് എനിക്ക് ഈ ഫോൺ വേണം, എനിക്കിത് നശിപ്പിക്കാൻ വയ്യാതുകൊണ്ട് ഇത് ഞാൻ റെഫ്യൂസ് ആണ് ഗൈസ്. അപ്പൊ ഇത് എന്തായാലും നമുക്ക് ശരിയാക്കണം. പക്ഷെ ഒറിജിനൽ ഡിസ്പ്ലേക്ക് 7000 രൂപയാണ്. 7000 രൂപ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പുതിയ ഫോൺ മേടിക്കാം. അപ്പൊ ഞാൻ വെച്ച് തൽക്കാലം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ ഇടാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് അത് പോയി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേട്ടന് ഒരു ടീഷർട്ട് മാക്സിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആ ടീഷർട്ട് എടുക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഔട്ട്ഫിറ്റ്സ് അമേരിക്കൻ ഈഗിളിലും പോവാം. സോ ഐ എം സോ എക്സൈറ്റഡ്. എനിക്ക് ബേബിനേക്കാൾ എക്സൈറ്റഡ് ഞാനാണ്. ഈ മാസം ബേബി എന്ത് മേടിച്ചാലും അത് എന്റെ വകയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബേബിയുടെ ബർത്ത്ഡേ മന്ത് ഇസ് വെരി സ്പെഷ്യൽ. സെപ്റ്റംബർ ഇസ് വെരി സ്പെഷ്യൽ ടു മീ. അപ്പൊ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോ എറണാകുളത്താണുള്ളത്. നല്ല തിരക്കുണ്ട്. നമ്മൾ ആക്ച്വലി മറന്നുപോയി, അടുത്ത ആഴ്ചയാണ് ഓണം. സോ എല്ലാവരും ഓണം ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കണയാണ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ അടുത്തൊരു പാർക്കിംഗ് ഉണ്ട് എന്റെ കോളേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അവിടെ ഇട്ടിട്ട് പെൻഡാമേഖലോട്ട് നടന്നാലോ എന്നാണ് ഓർക്കുന്നത്. അതാണ് ഗൈസ് എന്റെ പഴയ കോളേജ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ എപ്പോഴും ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. ഇറ്റ്സ് നൈസ്. ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണേ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉണ്ട്. നടന്ന് ക്രോസ് ചെയ്ത് ഇവിടെ ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ബോട്ട് എനിക്ക് പേടിയാ. അതിനേക്കാൾ നല്ലത് ബസ് തന്നെയാ. ദേ കണ്ടോ, മൈ ഓൾഡ് കോളേജ്. നമ്മൾ ഫോൺ നന്നാക്കാൻ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈമില് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് സംതിങ് ഉണ്ട്. ഞാൻ വീഡിയോസിൽ പണ്ട് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. നമുക്കപ്പോൾ ചായ കുടിക്കാൻ പറ്റുമോ നോക്കാം. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനൊന്ന്. ഇതാണ് റെസ്റ്റോറൻറ്റ്. അതിന്റെ സൈഡിൽ നമ്മൾ ക്രോക്സിൽ ഓഫർ ജസ്റ്റ് നോക്കാം. ഇതാ സിലിക്കോണിന്റെ ഉള്ളിൽ തന്നെയാട്ടോ ഇതൊക്കെ. ഗായ്സ് നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ. എന്താണുള്ളത്? സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടോ? ഓ, എനിക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് മതി. നമുക്കൊരു അടിപൊളി സീറ്റും കിട്ടി. ഇറ്റ്സ് സോ നൈസ്. മമ്മിയുടെ ഓഫീസ് കാണാം അവിടെ.
coffee. View is good, very good. Guys, ഒരു ചീസ് കപ്പും കൂടി ഓർഡർ ചെയ്തു. ബ്ലൂബെറി ആണ്. ഹോപ്പ് ഇറ്റ്സ് ഗുഡ്. ഇതിനകത്ത് കേക്ക് ഉണ്ടാവില്ല, ഇതിനകത്ത് മറ്റേ മൂസ് ഇല്ലേ, മൂസ്. ഫോട്ടോ സെക്ഷൻ. ഹായ് ബർത്ത്ഡേ ബോയ്. അങ്ങനെ നമ്മൾ ഫൈനലി ഡിസ്പ്ലേ ഒക്കെ മാറ്റി മാക്സിലെത്തി ഗൈസ്. രാത്രിയായി, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് മാക്സ് വരാന്ന്. മാക്സ് 9:30 വരെ ഉള്ളു. അത് കഴിഞ്ഞ് ലെറ്റ്സ് ഗോ ടു ലുലു. ആഫ്റ്റർ ലോങ് ടൈം ആയിരിക്കും ലുലു പോണത്. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ലുലു പോയത് നമ്മുടെ സെയിലിന്റെ സമയത്താണ്. ആ സമയത്ത് അടുപ്പിച്ച് ഒരു 2-3 പ്രാവശ്യം ലുലു പോയായിരുന്നു. ഗൈസ്, ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ ശരിയായി, പക്ഷെ ഡൂപ്പ് ആയതുകൊണ്ട് റിഫ്രഷ് റേറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കട്ടെ. ഐ ഹോപ്പ് സെറ്റ് ആവുന്നു. കാരണം ഫുൾ എന്ന് ഒറിജിനൽ ഡിസ്പ്ലേ ഇടാൻ മാത്രം പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് എന്തായാലും ഇപ്പൊ അത്യാവശ്യം നാളെ ഞാൻ ഉപയോഗിച്ച് ഫോൺ. അപ്പൊ ഇനി മാക്സിമം പറ്റുന്ന അത്ര ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കാശുള്ളപ്പോൾ ഒരു നല്ല ഫോൺ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഫോൺ തന്നെ എന്റെ നോർമൽ ഫോൺ ആക്കേണ്ടി വരും. നമുക്ക് നോക്കാം, നോ പ്രോബ്ലം. നമ്മൾ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് ഡ്രസ് എടുക്കാൻ നിൽക്കണേ. സോ ലെറ്റ്സ് എൻജോയ്. ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ്ഡ്. ഹായ്. ഈ മാക്സ് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാക്സ് ആണ്. എനിക്കിത് അറിയില്ലായിരുന്നു. വൺ ഓഫ് എ സ്വീറ്റ് സബ്സ്ക്രൈബർ ആക്ച്വലി ടോൾഡ് മീ. ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ട് കണ്ടില്ലെങ്കിൽ ടീച്ചർ കാണാം. ബിക്കോസ് ഭയങ്കര ഹ്യൂജ് ആണ്. നോ വണ്ടർ വൈ ഇറ്റ്സ് സോ ബിഗ് ആൻഡ് ഗുഡ് കളക്ഷൻസ് ആസ് വെൽ. ഗൈസ് ദേ റോഹൻ നോക്കി ടീഷർട്ട് കിട്ടി. ദിസ് ഇസ് ആക്ച്വലി മെറ്റാലിക്കാസ് ഒഫീഷ്യൽ പ്രിന്റ് തന്നെയല്ലേ? ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ആണോ? യെസ്. ഓ മൈ ഗോഡ്. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാക്സ് ആണ് ഇന്ത്യയിലെ. ആൻഡ് ഇപ്പോൾ ഈ ടീഷർട്ട് ലേറ്റസ്റ്റ് കളക്ഷൻ ആണ്. ഓ, ഇതും കൊള്ളാണ്. ഇച്ചിരി അതാ എനിക്ക് ഒരു ചിഹ്നം അത്ര ഇഷ്ടമായില്ല, ദാറ്റ് സ്റ്റാർ ആൻഡ് ഓൾ. ബട്ട് റോഹൻ ആക്ച്വലി റോഹൻ്റെ ഓഫീസിൽ മാക്സിൽ ഈ ടീഷർട്ട് ഉണ്ട്. ഹി റിയലി വിഷ് ടു ഹാവ് ദിസ്. സോ അയ്യോ ബേബി, ആ നിർമ്മാണം കൊള്ളാം. എല്ലാം എടുത്തോ. എനിത്തിങ് യു വാണ്ട്. ദിസ് മന്ത് ഇസ് യുവർ മന്ത്. ഓ, ദിസ് ഇസ് കൊള്ളാട്ടോ. കേർട്ട് കോബൈനും കൊള്ളാം, നിർവാണിയും കൊള്ളാം. വിവിധമൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. വിവി ഇല്ല ഇട്ട് നോക്ക്. ഓ മൈ ഗോഡ്, ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് റോഹൻ ആക്ച്വലി വാസ് ലുക്കിംഗ് ഫോർവേഡ്. ഇങ്ങനത്തെ ടീഷർട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൊള്ളാട്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു വിൻറ്റേജ്. യെസ്, നമുക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു ഒരു മെറ്റാലിക്കയുടെ ബ്ലാക്ക്, ഓർമ്മയുണ്ടോ? ഓ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതാ കളറും. ഇതും ഇഷ്ടമായി. പക്ഷെ എനിക്ക് മെറ്റാലിക്ക് എനിക്ക് ഇപ്പം ഇടാൻ എന്തോ അവര് ആന്റി ക്രൈസ്റ്റ് ആണെന്ന് എനിക്കൊരു സംശയം. ഇതെന്തായാലും ഉറപ്പാ. സ്റ്റാർ കണ്ടറിയാം ഇല്ലേ? I don't even want to show that in my video. No. That's അത് ഏത് ബാൻഡ് ബേബി? പേരെന്താ? Stupid. No. I'm not gonna let you buy that. മെറ്റാലിക്ക പിന്നെ കുഴപ്പമില്ല, ഞാനും ഇട്ടിട്ടുള്ളതുകൊണ്ട്. എനിക്ക് ഈസും മാക്സും ഭയങ്കര ഇഷ്ടം കേട്ടോ. മാക്സിസ് കാരണം എനിക്ക് തോന്നുന്നത് H&Mനും മാക്സിനും ആണ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറേ ലൈക്ക് ബാൻഡ്സിൻ്റെ ഒക്കെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ഇറക്കാൻ ലൈസൻസ് ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ സീലിയോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സീലിയൊക്കെ പക്ഷെ അനീമയാണ്. ഇവിടെ അനീമയുണ്ട്, അതുപോലെ ബാൻഡ്സ് ഉണ്ട്, ഗൺസ് ആൻഡ് റോസസ്. പക്ഷെ ഇതെനിക്ക് അത്ര ഇഷ്ടമില്ല. പക്ഷെ കൊള്ളാല്ലേ ബേബി? നോക്കി എവിടെ നാരുട്ടോ നോക്കട്ടെ. നാരുട്ടോടെ കുറെ ഉണ്ടല്ലോ. ഓ, ഇറ്റ്സ് സോ ക്യൂട്ട്, സോ നൈസ്. എല്ലാം ഇട്ടോ കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എടുത്തോ. നമുക്ക് എന്തായാലും അമേരിക്കൻ ഈഗിളിൽ കൂടി പോവാട്ടോ. അത് 3 എടുത്ത് 2 പാക്ക്. ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ബാക്കിലൊന്നുമില്ല. ആദ്യം 2 പാക്ക് നിൽക്ക്. H&Mലും ഉണ്ട് 2 പാക്കൊക്കെ. എനിക്ക് തോന്നുന്നു മാക്സിമം H&Mനും ഉള്ളതെന്ന് ലൈസൻസ്. കൊള്ളാല്ലേ? ഇത് നോക്കൂ, ഷിക്കാഗോ ബുൾസിന്റെ ഒക്കെ. എന്റെ പൊന്നു ലേക്കേഴ്സ് ഒക്കെ. അയ്യോ ബേബി, ദാറ്റ് ഈസ് സോ ഗുഡ്. എവിടെ ഒഫീഷ്യലാണോ? NBA
എന്റെ ദൈവമേ, വീഗാലിന്റെ നോക്കി, ഇത് നോക്ക്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് സോ കൂൾ. ബേബി ഇതിന്റെ വില നോക്കിക്കേ, വെറും 799 രൂപ. ഇവർക്ക് എന്ത് ലാഭമുള്ളത്? ഓ മൈ ഗോഡ്, സോ നൈസ്. ട്രയൽ റൂം ഇസ് ആക്ച്വലി കൂൾ. ഒരു സോഫ ഒക്കെ ഉണ്ട് പുറത്ത്, സോ വി ക്യാൻ വെയിറ്റ് ഫോർ ദം. My God, look at this hot toy. നല്ല രസമുണ്ട്. ഓ നൈസ് ബേബി. ഈ ബൂട്ടിന്റെ ഒപ്പം നല്ല രസമുണ്ട്. സെറ്റ് കൊള്ളാട്ടോ. എനിക്ക് ട്രയൽ റൂം ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. എല്ലാം ഇട്ടോക്കെ. നിർവാന ഇസ് ഗുഡ്. പക്ഷെ എനിക്കൊന്ന് ഇച്ചിരി കൂടി ലൂസ് ആയാലും ഓവർ സൈസ്ഡ് ആയിട്ട് ഇടുന്നാലും നല്ല രസം. വലുതായി കൈ കണ്ടോ, കൈ ലൂസായിട്ട് കൊള്ളാം. എനിക്ക് മറ്റേതെന്തായാലും എടുത്തോ. ഇനി മറ്റേതും കൂടി അടുത്തതും കൂടി ഇട്ടോ. ഭയങ്കര ഇഷ്ടമായി. സോ ക്യൂട്ട്. ഇത് ഒന്നാമത് ഫുൾ സ്ലീവ് അല്ലേ, ഇപ്പൊ രണ്ടും ഒരു ഡിഫറെന്റ് ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. സൂപ്പർ സാധനം. ഫോർ ദാറ്റ് പ്രൈസ് ഇറ്റ്സ് സോ വർത്ത്. നല്ല രസമുണ്ട്. ലുക്ക് അറ്റ് ദിസ് ഹാൻസം ബോയ്. ദേ ബാക്കിൽ ഹലോ ഹാൻസം വരെ എഴുതിയേക്കണേ. വേവിന് ഉദ്ദേശിച്ച സെറ്റ് നല്ല ഭംഗിയുണ്ട്. ദിസ് ബോത്ത് ലുക്ക് സോ ഗുഡ്. അയ്യോ എന്ത് ഭംഗി. മാനിക്കിനിലൊക്കെ ഭംഗിയുണ്ട്. ഒടുക്കത്തെ ലുക്ക്. മാച്ചിങ് ആ ബേബി ബെറ്റർ. 34 എടുത്തിട്ട് വരാം കേട്ടോ. ഗേൾസിന്റെ സെക്ഷനിൽ അടിപൊളി സാധനങ്ങൾ കേട്ടോ. ഇവിടെ കുറേ ഡെനിം സ്റ്റഫ് ഉണ്ട്. ഡെനിം ബാഗ്, ഡെനിം ഡ്രസ്. പിന്നെ ആ ടോപ്പൊക്കെ ഓക്കെ നൈസ് റൈറ്റ്. പിന്നെ എനിക്ക് ഈ വെനസ്ഡേ ആദംസിന്റെ ടീഷർട്ട് ഇഷ്ടമായി. സോ ഗുഡ്. ഇവിടെ എന്തോ ഒരു പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചീത്ത പ്രിന്റിന്റെ. അതാ ഞാൻ നോക്കി വന്നത്. ഐ ഡോണ്ട് സീ ഇറ്റ് എനിവേർ. നോക്കട്ടെ. അത് കാണാനില്ല. പക്ഷെ ഗൈസ് നമ്മുടെ മാക്സ് ഷോപ്പിംഗ് കഴിഞ്ഞ് വി ആർ അറ്റ് ദ ലുലു നൗ. ആൻഡ് ഇവിടെ ഓണത്തിന്റെ എന്തൊക്കെ ഉണ്ടല്ലോ, ഒരുമിച്ചോണം. പക്ഷെ എനിക്കിന്ന് ഓണം ഒട്ടും ഫീൽ ചെയ്യണില്ല. ബിക്കോസ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇസ് നോട്ട് സോ ഗുഡ്. ഞാൻ അതുകൊണ്ട് തന്നെ ഓണത്തിന് ഡ്രസ്സൊന്നും എടുത്തില്ല. എന്റെ ഓഫീസിൽ ഉണ്ട് പരിപാടി, ബട്ട് ഐ തോട്ട് ഐ റീയൂസ് മൈ ഓൾഡ് ക്ലോത്ത്സ് ഇറ്റ് സെൽഫ്. എന്താ എനിക്കൊന്നും ഓണത്തിന് ആൾക്കാർ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കണേ. അതാ ഇത്ര തിരക്ക്. എറണാകുളം മൊത്തം തിരക്കുണ്ട്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ചേ, കാരണം എല്ലായിടത്തും പോലീസൊക്കെ. പിന്നെ ഓർത്തേ ഓണമാണല്ലോ അടുത്ത ആഴ്ച. ഈ പാരഗൺ നല്ല രസമില്ല കാണാൻ. ഉയ്യോ കോപ്പി റൈറ്റ്. നമ്മൾക്ക് ആക്ച്വലി ഹാഫ് ആൻ അവറും കൂടിയാണ് അമേരിക്കൻ ഈഗിളുള്ളത്. പക്ഷെ അവിടുത്തെ സ്റ്റാഫ് ഇസ് വെരി നൈസ്. അന്ന് ഓർമ്മയില്ലേ, അവര് കട അടക്കേണ്ട സമയം കഴിഞ്ഞിട്ട് നമ്മളുടെ ഒപ്പം നിന്നായിരുന്നു. നമുക്ക് നോക്കാം. എന്തായാലും ബേബി ജീൻസ് നോക്കണം. നമുക്ക് വയസ്സിൽ പോവാം. എന്നാ ഇന്ന് ഫോണിന്റെ കാര്യത്തിന് ഇച്ചിരി സമയം. സോ വി ഹാവ് entered the mall. Hey birthday boy. എന്താണ് മതിയായല്ലേ? ഞങ്ങളങ്ങനെ മാസങ്ങൾക്ക് ശേഷം ലുലുലോട്ട് വന്നിരിക്കുന്നു. ഇറ്റ് ഫീൽസ് ഗുഡ്. ഓ ഗൈസ്, അങ്ങനെ എത്തിയിരിക്കുന്നു ഓൺ ടൈം ബിഫോർ ഇറ്റ് ക്ലോസസ്. ഇവിടെ അന്ന് വന്നപ്പോഴും ബലൂൺസ് ഉണ്ടായിരുന്നല്ലോ. അമേരിക്കൻ ഈഗിൾ എന്തോ ഓഫറൊന്നും കാണാനില്ല. ലെറ്റ്സ് സീ. അതെ എന്തോ ഉണ്ട്. 5000 1000 ഫ്രീയോ? ഈ ഒരു ജീൻസ് ഇട്ട് നോക്കി. ബേബി ടേച്ച് സെയിം ഫിറ്റ് തന്നെ, വേറെ കളറ്. പിന്നെ എന്തായാലും കൊള്ളാം. ആ കാർഗോസ് കൂടി ഒന്ന് ഇട്ടാ നല്ല രസമുണ്ട്. ഈ ബൂട്ട്സാണ് ഹൈലൈറ്റ്. ഗൈസ് ആക്ച്വലി ഇവിടെ അമേരിക്കൻ ഈഗിളിൽ ഡ്രസ്സസിന് ഫോർ 1000 rupees എന്തോ ഒരു ഓഫറാണ്. ഞാൻ വെറുതെ ഇട്ട് നോക്കി. ദിസ് ആക്ച്വലി ജംപ് സൂട്ട്. പക്ഷെ കൊള്ളാട്ടോ, 1000 rupeesനൊക്കെ ഇവിടെ നിന്ന് യു വിൽ നോട്ട് ഗെറ്റ് റൈറ്റ്. സോ ഇറ്റ്സ് നൈസ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ജംപ് സൂട്ട് ഇട്ട് പോലും നോക്കുന്നത്. ഇറ്റ്സ് നോട്ട് ബാഡ്. പക്ഷെ ഇത് ഇടാനും പോലെയാണ് ഇച്ചിരി ഡിഫിക്കൽട്ടി കേട്ടോ. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ബട്ട് കൊള്ളാല്ലേ? നൈസ്.
ഒരു ഡ്രസ്സ് കൂടിയിട്ട് വെറുതെ ഇട്ട് നോക്കാം. ദിസ് ഈസ് ദ നെക്സ്റ്റ് ഡ്രസ്. 4000 റുപ്പീസിന്റെ ഡ്രസ്സാണ് നിങ്ങൾക്ക് 1000 രൂപ കിട്ടുന്നത്. ഇത് 4000 ആണെന്ന് അറിയില്ല. ആ ജംപ് സൂട്ടിന് 4000. ഇവരുടെ ഒരു വർഷമായി ഈ സ്റ്റോർ. അപ്പം അതിന്റെ ഓഫറാണ്. ഇതിന് എത്രയാണെന്ന് അറിയില്ല. 2000 ആണ് ഓഫറിൽ. ഒറിജിനൽ പ്രൈസ് അതിന് ഒരു 4000 ആയിരിക്കും. ഇതിന് കംഫർട്ട് ആൻഡ് ഇറ്റ് ഹാസ് പോക്കറ്റ്സ് ഓൺ ബോത്ത് സൈഡ്. ഭയങ്കര കംഫർട്ടബിൾ, ഒരു രക്ഷയില്ലാത്ത കംഫർട്ട്. എനിക്കിത് ഭയങ്കര ഇറ്റ്സ് ലൈക്ക് ഇവിടെ ഇങ്ങനെ ഒരു നോട്ട് ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. ക്യൂട്ട്. നോക്കട്ടെ. നൈസ് ഗൈസ്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വന്നു. കടയടച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഓ മൈ ഗോഡ്, ബർത്ത്ഡേ ഓഫർ കൊള്ളാലേ ബേബി. 5000 റുപ്പീസിന്റെ കാർഗോസിന് 25% ഓഫർ കിട്ടി. എനിക്ക് 4000 രൂപയുടെ ഡ്രസ്സ് 1000 രൂപ കിട്ടി. ഞാൻ ആക്ച്വലി ഒന്നും എടുക്കണ്ട എന്ന് വിചാരിച്ച് വന്നതാണ്. ബിക്കോസ് ഒബ്വിയസ്ലി ഹീസ് ദ ബർത്ത്ഡേ ബോയ്. പക്ഷേ ആ ഡ്രസ്സിനെ വെറുതെ ഇട്ട് നോക്കിയത്. എനിക്കറിയായിരുന്നു അത്രയും ക്വാളിറ്റിയുള്ള സാധനം ഇട്ട് നോക്കി എന്തായാലും നമ്മൾ. ബിക്കോസ് 4000 രൂപയുടെ ഡ്രസ് ഫോർ 1000 റുപ്പീസ് ഭയങ്കര ലാഭമായിരുന്നു. അതും ക്വാളിറ്റി, അതും ഡ്രസ്സിനും ഉണ്ട് പോക്കറ്റ്, ജംപ് സൂട്ടിനും ഉണ്ട് പോക്കറ്റ്, എല്ലാം ഡബിൾ ലൈൻഡ് ആയിരുന്നു. വിച്ച് ഇസ് ഗ്രേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇങ്ങനത്തെ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടുത്തെ ഡ്രസ്സ് എടുക്കുന്നതായിരിക്കും. ലവ് യു. അപ്പൊ ബേബിയുടെ ബർത്ത്ഡേ ഡിന്നറിന് ഞാൻ ഈ ഡ്രസ്സ് ഇടാം. ബർത്ത്ഡേ ഡിന്നറൊക്കെ ഉണ്ട്. എല്ലാം സർപ്രൈസ്. ഇത് നോക്കൂ, നമ്മുടെ അർമാനി എക്സ്ചേഞ്ചിന്റെ ഇപ്പുറത്ത് എന്താ വരുന്നതെന്ന്. വിക്ടോറിയ സീക്രട്ട്. ലൈക്ക് റിയലി ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ അർമാനിയുടെ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ സ്വീറ്റ് സബ്സ്ക്രൈബർ, അതായത് അവിടെ മാക്സിനെ പറ്റി പറഞ്ഞ സബ്സ്ക്രൈബർ തന്നെ എനിക്ക് പറഞ്ഞു തന്നതാണ് ഇതിൻ്റെ ഇപ്പുറത്ത് വിക്ടോറിയാസ് വരുന്നത്. ഞാൻ കണ്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ആ കമൻറ്റ് കണ്ടപ്പോഴാണ് റിയലൈസ് ചെയ്തത്. ഇപ്പോൾ പോണ വഴി കണ്ടു. ഇറ്റ്സ് കമ്മിങ് സൂൺ. മിസ്റ്റർ ഹസ്ബൻഡ്, ആർ യു ഹാപ്പി വിത്ത് ബർത്ത്ഡേ പർച്ചേസസ്? കഴിഞ്ഞ പ്രാവശ്യം അത്രയും പൈസ നമ്മൾ പൊട്ടിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബേബിക്ക് H&Mന്ന് കുറേ സാധനങ്ങൾ മേടിച്ചു. എന്നിട്ട് ബേബിക്ക് അത് മര്യാദക്ക് യൂസ് ആയില്ല അല്ലേ. കാരണം ആ ട്രൗസേഴ്സ് ഒക്കെ ഞാൻ H&Mന്ന് മേടിച്ചത് ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ ഇറ്റ് ഗോട്ട് വോൺ ഔട്ട്. സത്യം പറഞ്ഞ മാക്സിമം എനിക്ക് അതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ആക്ച്വലി അധികം പൈസയൊന്നും ഇല്ല. ഈ പ്രാവശ്യം അപ്പോൾ ട്രിക്സിക്ക് ഗിഫ്റ്റ് ബേസിക്കലി മോസ്റ്റ്ലി ക്ലോത്ത്സ് ആണ്. പിന്നെ നമ്മുടെ RC കാറിന്റെ കുറച്ച് പാർട്സ് അല്ലേ. കാരണം ബേബിക്ക് ഏറ്റവും ആവശ്യമുള്ള അതായിരുന്നു. പിന്നെ ഞാൻ RC കാർ നമുക്ക് കംപ്ലൈന്റ് വന്നു. നമ്മൾ കുറച്ച് വെള്ളം നനച്ചു പണി കിട്ടി. അപ്പൊ അതിപ്പോ വർക്ക്ഷോപ്പിലാണ് അല്ലെ. വർക്ക്ഷോപ്പിലാണ്. ടോണി ചേട്ടൻ തന്നെ ശരിയാക്കി തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം നമ്മൾ ആക്ച്വലി സ്റ്റേക്കേഷന് പോയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ല, ലാസ്റ്റ് ടൈം നമുക്ക് ട്രിപ്സിക്ക് സ്റ്റേക്കേഷനൊക്കെ സർപ്രൈസ് കൊടുത്തു. ഈ പ്രാവശ്യം വേറെ ഒന്നല്ല. നെക്സ്റ്റ് മന്ത് വി ആർ പ്ലാനിങ് സംതിങ്. ഹോപ്പ്ഫുള്ളി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചത് ദിസ് മന്ത് ലെറ്റ്സ് ഡു ഇറ്റ് സിമ്പിൾ, but not too simple because my boy needs some gifts. He is my gift, so I should give return. അപ്പോ ബേബിക്ക്, അപ്പോ എനിക്ക് ഡിന്നർ പോകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ബേബിക്ക് അങ്ങനത്തെ ഒന്നുമല്ല, നാടൻ ഫുഡാണ് ഇഷ്ടം. സോ ബേബിക്ക് എവിടെയോ ഇഷ്ടം അവിടെ പോവാം. പക്ഷെ എനിക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് മാത്രം ക്വാളിറ്റി ടൈം എന്തെങ്കിലും വേണം. ഓൺ യുവർ ബർത്ത്ഡേ ഐ വോണ്ട് ദാറ്റ്. പിന്നെ നമ്മൾ പാരന്റ്സിന്റെ ഒപ്പം എന്തെങ്കിലും പ്ലാൻ ചെയ്യും. സോ അതായിരിക്കും ബേസിക്കലി ദിസ് മന്ത്. ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ്. ഐ ലവ് യു. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാമെന്ന്. ഐ ഹോപ്പ് നിങ്ങൾക്ക് നമ്മുടെ ബർത്ത്ഡേ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമായി ഇന്ന്. ആൻഡ് നിങ്ങളെക്കാളും കൂടുതൽ ബേബിക്ക് ഇഷ്ടമായോ? ഇന്ന് എന്തായാലും പുറത്തായിരുന്നു കേട്ടോ. കാരണം ഈ അമേരിക്കൻ ഈഗിളിൽ 25% ഓഫ് ഇസ് വെരി ഗുഡ് റൈറ്റ്. കാരണം ബേബി എടുത്ത ജീൻസ് ആയിരുന്നെങ്കിൽ അതിന് 5000 പോലും ഇല്ലായിരുന്നു. അതായിരുന്നെങ്കിൽ ഇത്ര പോലും ആവില്ല. പക്ഷെ ആ കാർഗോസ് ഇട്ടപ്പോ ഞാനാണെങ്കിൽ കറക്റ്റ് കാർഗോസിന്റെ വീഡിയോ എടുത്തില്ല. സ്റ്റുപ്പിഡ് മീ, ബിക്കോസ് ഐ വാസ് ലൈക്ക് അങ്ങനെ ഇരിക്കണായിരുന്നു. അപ്പൊ നമുക്ക് വിഷമിക്കേണ്ട, നമുക്ക് എന്തായാലും ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്സിൽ കാണാൻ പറ്റും രോഹൻ ചേട്ടനെ. സോ ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. Lots of love to all of you. Bye bye.